ഹലോ കൂട്ടുകാരെ, ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 3 മ്യാവ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത്. അപ്പം നോക്കിയേ, ആരാ ചിത്രത്തിൽ ഏറ്റവും മുകളിലിരിക്കുന്ന ആരാണ്? പൂച്ചയാണല്ലേ. പൂച്ചയ്ക്ക് എന്താ പറയാ? ക്യാറ്റ് എന്ന് പറയും അല്ലേ. അതിൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നത് ആരായിരിക്കും? ആ വാലൊക്കെ കണ്ടിട്ട് ആരെപ്പോലെ തോന്നുന്നുണ്ട്? ഒരു ഡോഗ് ആണല്ലേ. അപ്പോൾ ഒരു ക്യാറ്റിൻ്റെയും ഡോഗിൻ്റെയും സ്റ്റോറിയാണ് നമ്മൾ ഈ യൂണിറ്റ് 3ൽ നോക്കാനായിട്ട് പോകുന്നത്. യൂണിറ്റിൻ്റെ പേരെന്താണ്? മ്യാവ്. മ്യാവ് എന്ന് കരയുന്ന ആരാ? ക്യാറ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്റർ നോക്കാം. ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. മ്യാവ് ഹി ഹേർഡ് എ സൗണ്ട്. അപ്പോൾ എന്താണ്? ദ പപ്പി. പപ്പി എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ഡോഗിൻ്റെ കുഞ്ഞിനാണ് നമ്മൾ എന്തെന്ന് പറയാ? പപ്പി എന്ന് പറയാം. പട്ടിക്കുട്ടിക്കാണ് നമ്മൾ പപ്പി എന്ന് പറയാം അല്ലേ. ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. അപ്പോൾ പപ്പി എവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു? ഓൺ എ മാറ്റ്. ഒരു മാറ്റിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു അല്ലേ. എവിടെ? നിയർ ദ സോഫ. സോഫയുടെ അരികിൽ. നിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അരികിൽ. അപ്പോൾ സോഫയുടെ അരികിൽ ഒരു മാറ്റിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു നമ്മുടെ പപ്പി. അപ്പോൾ പപ്പി എന്താ കേട്ടേ? മ്യാവ്. ഹി ഹേർഡ് എ സൗണ്ട്. അപ്പോൾ അവൻ എന്ത് കേട്ടു? മ്യാവ് എന്നൊരു സൗണ്ട് കേട്ടു അല്ലേ. ഹി എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ. ഹേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുക. എ സൗണ്ട്. സൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ശബ്ദം. അപ്പോൾ ഇങ്ങനെ പപ്പി ഇങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ എന്ത് കേട്ടു? മ്യാവ് എന്ന് പറയുന്ന ഒരു സൗണ്ട് കേട്ടു. ഹൂ സെഡ് മ്യാവ്? ആരായിരിക്കും മ്യാവ് എന്ന് പറഞ്ഞത്? ക്യാറ്റ് ആണല്ലേ. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ദ പപ്പി റേസ്ഡ് ഹിസ് ഹെഡ്. ഹി ലുക്ക്ഡ് അറൗണ്ട്. പപ്പി എന്തോ ചെയ്തു? റേസ്ഡ് ഹിസ് ഹെഡ്. അവൻ അവൻ്റെ തല ഉയർത്തി നോക്കി. ഹി ലുക്ക്ഡ് അറൗണ്ട്. അവൻ ചുറ്റുപാടും നോക്കി. എവിടെ നിന്നാ ഈ ശബ്ദം വരുന്നതെന്ന് അവൻ ഇങ്ങനെ നോക്കുകയാണ്. വാട്ട് വിൽ ഹി സീ? എന്തായിരിക്കും അവൻ കാണുക? അപ്പോൾ അത് അടുത്തതിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണ് പപ്പി കാണാൻ പോകുന്നത് നോക്കാം അല്ലേ. ഓ, നോബഡി ഈസ് ഹിയർ. ഹി സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗെയിൻ. മ്യാവ്. അപ്പം എന്താണ് പപ്പി എന്താ പറഞ്ഞേ? ഓ, നോബഡി ഈസ് ഹിയർ. ഇവിടെ ആരും ഇല്ല. നോബഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരും ഇവിടെ ഇല്ല. ഹി സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗെയിൻ. അവൻ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? ഉറങ്ങാൻ തുടങ്ങി. സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങുക. അപ്പം വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? സ്ലീപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. മ്യാവ്. അപ്പോൾ വീണ്ടും എന്ത് കേൾക്കാണ്? മ്യാവ് എന്നുള്ള ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. വാട്ട് വിൽ ദ പപ്പി ഡു നൗ? അപ്പോൾ പപ്പി ആദ്യം ഈ സൗണ്ട് കേട്ടിട്ട് എഴുന്നേറ്റിട്ട് ഒന്നും കണ്ടില്ലല്ലേ. ഇനിയിപ്പോൾ വീണ്ടും സൗണ്ട് കേട്ടു. അപ്പോൾ ഇനി പപ്പി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് നോക്കാം. ഹൂ ഈസ് ദെയർ? ആസ്ക്ഡ് ദ പപ്പി. പപ്പി എന്ത് ചോദിച്ചു? ഹൂ ഈസ് ദെയർ? അവിടെ ആരാ ഉള്ളത്? ഹി ലുക്ക്ഡ് അണ്ടർ ദ ബെഡ്. അവൻ എവിടാ നോക്കുന്നത്? ബെഡിൻ്റെ അടിയിൽ. അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയിൽ. അപ്പോൾ ബെഡിൻ്റെ അടിയിൽ അവൻ നോക്കി. നോബഡി ഈസ് ഹിയർ. ഇവിടെ ആരും ഇല്ല. വിൽ ഹി സീ ദ ക്യാറ്റ്? നമ്മുടെ പപ്പി ആ ക്യാറ്റിനെ കാണുമായിരിക്കോ? നമുക്ക് നോക്കാം അല്ലേ പപ്പി ക്യാറ്റിനെ കണ്ടുപിടിക്കുമെന്ന്. ദെൻ ഹി സെർച്ച്ഡ് അണ്ടർ ദ ടേബിൾ. നോബഡി വാസ് ദെയർ. അതിനുശേഷം അവൻ എന്തോ ചെയ്തു? ദെൻ ഹി സെർച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അന്വേഷിക്കുക. എവിടെ അന്വേഷിച്ചു? അണ്ടർ ദ ടേബിൾ. അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? അടിയിൽ നിന്നാണല്ലേ. അപ്പോൾ ടേബിളിൻ്റെ അടിയിലും എന്ത് ചെയ്തു? നമ്മുടെ പപ്പി വന്ന് നോക്കി. നോബഡി വാസ് ദെയർ. അവിടെ ആരും ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ക്യാറ്റ് അവിടെ അതിന് മുകളിലിരിക്കുക. പപ്പി ടേബിളിൻ്റെ അടിയിലാണ് നോക്കുന്നത്. അപ്പോൾ പപ്പിക്ക് ആരെ കാണാൻ പറ്റിയില്ല? നമ്മുടെ ക്യാറ്റിനെ കാണാൻ പറ്റിയില്ല. വേർ ഈസ് ദ ക്യാറ്റ് നൗ? ഇപ്പോൾ ക്യാറ്റ് എവിടെയാണ് ഉള്ളത്? ഓൺ ദ ടേബിൾ. ടേബിളിൻ്റെ മുകളിലാണ് ഉള്ളത്. വിൽ ദ പപ്പി സീ ദ ക്യാറ്റ്? പപ്പി ക്യാറ്റിനെ കാണുമായിരിക്കുമോ? നമുക്ക് നോക്കാം. ഹി ക്ലൈംബ്ഡ് ഓൺ ടു ദ വിൻഡോ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. ഹി സോ എ റൂസ്റ്റർ ഇൻ ദ യാർഡ്. എന്നിട്ട് അവൻ എന്തോ ചെയ്തു? ഹി ക്ലൈംബ്ഡ് ഓൺ ടു ദ വിൻഡോ. അവൻ ജനാലയിലേക്ക് എന്ത് ചെയ്തു? ചാടിക്കേറി. ആൻഡ് ലുക്ക്ഡ് ഔട്ട്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? പുറത്തേക്ക് നോക്കി. ഹി സോ എ റൂസ്റ്റർ ഇൻ ദ യാർഡ്. അവൻ ആരെ കണ്ടു? ഒരു റൂസ്റ്ററിനെ കണ്ടു. റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു പൂവൻകോഴി. പൂവൻകോഴി എവിടെ നിൽക്കുന്നു? യാർഡിൽ നിൽക്കുന്നു. തോട്ടത്തിൽ നിൽക്കുന്നത് അവൻ കണ്ടു. ഇനി എന്തായിരിക്കും? വാട്ട് വിൽ ദ പപ്പി ഡു? ഇനി എന്തായിരിക്കും പപ്പി ചെയ്യുന്നത്? ദ പപ്പി റാൻ ടു ദ റൂസ്റ്റർ. പപ്പി എന്ത് ചെയ്തു? ഓടി ആരടുത്ത് ചെന്നു? പൂവൻകോഴിയുടെ അടുത്ത് ചെന്നു. ഹൂ സെഡ് മ്യാവ്? ഹി ആസ്ക്ഡ് ദ റൂസ്റ്റർ. എന്നിട്ട് റൂസ്റ്ററിനോട് ചെന്നിട്ട് പപ്പി എന്താ ചോദിക്കുന്നത്? ഹൂ സെഡ് മ്യാവ്? ആരാണ് മ്യാവ് എന്ന് ശബ്ദം ഉണ്ടാക്കിയത്? ദ റൂസ്റ്റർ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് സാങ് കോക്ക് എ ഡൂഡിൽ ഡു. അപ്പോൾ എന്താണ്? ഉടനെ നമ്മുടെ റൂസ്റ്റർ എന്ത് ചെയ്തു? ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്തിട്ട് തൻ്റെ ചിറകുകൾ വീശിയിട്ട് എങ്ങനെ പാടി? എങ്ങനെ? കോക്ക് എ ഡൂഡിൽ ഡു എന്ന് പാടി. എന്താ അതിൻ്റെ അർത്ഥം? അത് കോഴിയുടെ ശബ്ദം അങ്ങനെയാണ്. ഞാനല്ല മ്യാവുന്ന സൗണ്ട് ഉണ്ടാക്കിയത്. ഞാൻ ഈ ശബ്ദമാണ് ഉണ്ടാക്കുന്നതെന്നാണ് ആര് പറയുന്നത്? റൂസ്റ്റർ പറയുന്നത്.
ക്യാൻ യു സേ മ്യാവ് ആസ്ക്ഡ് ദ പപ്പി. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുകയാണ്, നമ്മുടെ റൂസ്റ്ററിനോട് നമ്മുടെ പപ്പി ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറയാമോ? ക്യാൻ യു സേ മ്യാവ്, നിനക്ക് മ്യാവ് എന്ന് പറയാൻ പറ്റുമോ? ഐ കനോട്ട്, ഐ ഓൺലി സേ കോക്ക് എ ഡൂഡിൽ ഡു സെഡ് ദ റൂസ്റ്റർ. അപ്പോൾ റൂസ്റ്റർ എന്താ പറയുന്നത്? ഐ കനോട്ട്, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഐ ഓൺലി സേ കോക്ക് എ ഡൂഡിൽ ഡു, ഞാൻ എന്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ? ഈ ഒരു ശബ്ദം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ അല്ലേ, കോക്ക് എ ഡൂഡിൽ ഡു എന്ന് പറയുന്നൊരു സൗണ്ട് മാത്രമേ എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ആര് പറഞ്ഞു? നമ്മുടെ റൂസ്റ്റർ നമ്മളുടെ പപ്പിയുടെ അടുത്ത് പറഞ്ഞു. ഇനി പപ്പി എവിടെ അന്വേഷിച്ചു പോവായിരിക്കും? മ്യാവ് ദ പപ്പി ഹേർഡ് ദ സൗണ്ട് എഗെയിൻ. പപ്പി വീണ്ടും എന്ത് കേട്ടു? മ്യാവ് എന്നുള്ള ആ സൗണ്ട് ഇങ്ങനെ കേട്ടു. ഹീ സോ എ കെനൽ നിയർ ബൈ. അവൻ എന്ത് കണ്ടു? ഒരു കൂടിരിക്കുന്നത് കണ്ടു. അതിൻ്റെ അടുത്തൊരു കൂട് അവൻ കണ്ടു. ഇറ്റ് മസ്റ്റ് ബി ഹിയർ സെഡ് ദ പപ്പി. ഉറപ്പായിട്ടും ആ ശബ്ദം എവിടെ നിന്നായിരിക്കും? ഈ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കുമെന്ന് അവൻ വിചാരിച്ചു. ഹി വാക്ക് ടു ദ കെനൽ. അവൻ എവിടേക്ക് പോയി? ഈ കൂട്ടിനുള്ളിലേക്ക് അവൻ പോയി. കെനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്. ഹീ സോ എ ഡോഗ് ഇൻ ദ കെനൽ. കെനലിൽ അവൻ ആരെയാ കണ്ടത്? ഒരു ഡോഗിനെയാണ് കണ്ടത് അല്ലേ. വാസ് ദാറ്റ് യു? അപ്പോൾ എന്ത് ചെയ്യും? അത് നീയാണോ? വാട്ട്, എന്ത്? യു സെഡ് മ്യാവ് റൈറ്റ്. നീയല്ലേ മ്യാവ് എന്ന് പറഞ്ഞത്? മീ? ബൗ വൗ, ആർ യു ജോക്കിംഗ് പപ്പി? ദ ഡോഗ് ഗോട്ട് ആംഗ്രി. അപ്പോൾ എന്താണ് ഈ പട്ടിയുടെ അടുത്ത് എന്ത് ചോദിക്കുകയാണ്? എന്ത്, നീ ആളെ മ്യാവ് എന്ന് പറഞ്ഞതെന്ന് ചോദിക്കാൻ പറയുന്ന പട്ടി തിരിച്ചു വയ്ക്കുകയാണ്, ഞാനോ? ഞാൻ എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്? ബൗ വൗ എന്നാണ് ഞാൻ സൗണ്ട് ഉണ്ടാക്കുന്നത്. നീ എന്താണ് തമാശ പറയുകയാണോ പപ്പി എന്ന് ചോദിക്കുന്നു. കാരണം ഡോഗിന് എന്താണ് ഭയങ്കര ദേഷ്യം വന്നു. കാരണം ഈ പപ്പിയും ഒരു ഡോഗിൻ്റെ കുഞ്ഞല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്ക്, പപ്പിക്ക് അറിയണ്ടേ എങ്ങനെയാണ് ഡോഗ്സ് സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന്. എന്നിട്ട് ഡോഗിനോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, പൂച്ചയെ പോലെ നീയാണോ മ്യാവെന്ന് സൗണ്ട് ഉണ്ടാക്കിയെന്ന് ആരോട് ചോദിക്കുന്നു? ഡോഗിനോട് ചെന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ ആ ഡോഗിന് ഭയങ്കര ദേഷ്യം വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ദ പപ്പി വാസ് അഫ്രൈഡ്. അപ്പോൾ ഈ ഡോഗിന് ദേഷ്യം വന്നപ്പോൾ പപ്പിക്ക് എന്തായി? പേടിയായി. അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയപ്പെടുക, പേടിയാവുക. അപ്പോൾ പപ്പിക്ക് പേടിയായി. ഹി റഷ്ഡ് ടു ദ ഗാർഡൻ. അവൻ എവിടേക്ക് ഓടിപ്പോയി? പെട്ടെന്ന് ഗാർഡനിലേക്ക്, പൂന്തോട്ടത്തിലേക്ക് ഓടിപ്പോയി. ഹി ഹിഡ് അണ്ടർ എ ബുഷ്. അവനവിടെ എന്തോ ചെയ്തു? ഒരു ബുഷിൻ്റെ, ഒരു കുറ്റിച്ചെടിയുടെ താഴെ പോയി ഒളിച്ചിരുന്നു. അണ്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അടിയിൽ. അപ്പോൾ ഒരു കുറ്റിച്ചെടിയുടെ അടിയിൽ പോയിട്ട് അവൻ ഒളിച്ചിരുന്നു. ദ പപ്പി സോ എ ഹണി ബി ഓൺ എ ഫ്ലവർ. അപ്പോൾ പപ്പി എന്ത് കണ്ടു? ഒരു ഹണി ബി ഒരു ഫ്ലവറിൻ്റെ മുകളിലിരിക്കുന്നു. ഓൺ എ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവിൻ്റെ മുകളിൽ. ആരെയാ കണ്ടത്? ഹണി ബിയെ. ഹണി ബി എന്ന് പറഞ്ഞാൽ ആരാണ്? തേനീച്ച. അപ്പോൾ പപ്പി ആരെ കണ്ടു? ഒരു ഹണി ബി ഒരു ഫ്ലവറിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടു. ഇറ്റ് മസ്റ്റ് ബി ഹിം തോട്ട് ദ പപ്പി. ഇത് ഉറപ്പായിട്ടും അവനായിരിക്കും അല്ലേ. അപ്പോൾ യു സെഡ് മ്യാവ് ഡിഡിൻ യു. എന്നിട്ട് ഹണി ബിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ മ്യാവ് എന്ന് സൗണ്ട് ഉണ്ടാക്കിയില്ലേ? ആ സൗണ്ട് ഉണ്ടാക്കിയത് നീ അല്ലേ എന്ന് ആരോട് ചോദിക്കുന്നു? ഹണിബിയോട് ചോദിക്കുന്നു. ഹണിബി അപ്പോൾ എന്ത് മറുപടി പറഞ്ഞു കാണും? മീ ബസ്ഡ് ദ ഹണി ബി ഗോ എവേ. അപ്പം ഞാനോ എന്ന് പറഞ്ഞുകൊണ്ട് ഹണി ബി എന്ത് സൗണ്ട് ഉണ്ടാക്കി? എന്ന സൗണ്ട് ഉണ്ടാക്കി അല്ലേ. അങ്ങനെ ബസ്ഡ് എന്ന് പറഞ്ഞാൽ മൂളിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ ഹണി ബി എന്ത് പറഞ്ഞു? ഗോ എവേ, ഇവിടുന്ന് പോകാനായിട്ട് പറഞ്ഞു. ഇറ്റ് സ്റ്റങ് ദ പപ്പി ഓൺ ദ നോസ്. അയ്യോ. അപ്പം പിന്നെ ഹണി ബി എന്തോ ചെയ്തു? നമ്മുടെ പപ്പിയുടെ നോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂക്ക്. നമ്മുടെ പപ്പിയുടെ മൂക്കിൽ എന്തോ ചെയ്തു? ഒരു കുത്തും കൂടെ കൊടുത്തു. അപ്പോൾ നമ്മുടെ പപ്പി എന്താണ്? അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? അവിടുന്ന് ഓടുകയാണല്ലേ, രക്ഷപ്പെട്ട് പോവാണ്. ദ പപ്പി ജംപ്ഡ് ഇൻ ടു എ പോണ്ട്. ജംപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാടുക. പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കുളം. പപ്പി എന്തോ ഇത് ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടി. ദ ഹണി ബി വെൻ ബാക്ക്. അപ്പോൾ ഇത് കുളത്തിലേക്ക് ചാടുമ്പോൾ ഹണി ബി എന്ത് ചെയ്യത്തില്ല? വെള്ളത്തിൽ ഇറങ്ങത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഹണി ബി എന്തോ ചെയ്തു? തിരികെ പോയി. ദ പപ്പി കെയിം ഔട്ട്. അപ്പം ഹണി ബി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പപ്പി എന്ത് ചെയ്തു? തിരികെ വന്നു. മ്യാവ് സംബഡി സെഡ് അഗെയിൻ. പെട്ടെന്ന് എന്ത് കേട്ടു? മ്യാവ് എന്നുള്ള ആ ശബ്ദം വീണ്ടും ആര് കേട്ടു? നമ്മുടെ പപ്പി കേട്ടു. അവിടെ കാരണം എന്താണ്? ക്യാറ്റ പുറകിൽ ഒളിച്ചിരിക്കുന്നുണ്ടല്ലേ. പപ്പി പോയി ഈ ഹണിബിയുടെ കുത്തെല്ലാം മേടിച്ച് പോണ്ടിലൊക്കെ എടുത്ത് ചാടുന്ന ആര് കാണുന്നുണ്ട്? ക്യാറ്റ് കാണുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ ശബ്ദം നമ്മുടെ പപ്പി കേട്ടു. ദ പപ്പി സോ എ ഫ്രോഗ്. അപ്പോൾ പപ്പി ആരെ കണ്ടു? ഒരു ഫ്രോഗിനെ കണ്ടു, ഒരു തവളയെ കണ്ടു. ക്യാൻ യു സേ മ്യാവ്? നിനക്ക് മ്യാവ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ആരോട് ചോദിക്കുകയാണ്? തവളയോട് ചോദിക്കുകയാണ്. ക്രോക്ക് ക്രോക്ക്, വാട്ട് എ സില്ലി പപ്പി. ഫ്രോഗ് ക്യാൻ ഓൺലി ക്രോക്ക്. അപ്പം നമ്മുടെ ഫ്രോഗ് എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്? ക്രോക്ക് ക്രോക്ക് എന്നാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ. ഈ പപ്പിക്ക് എന്താ ഇതൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് പപ്പി എന്ത് ചെയ്യാണ്? കളിയാക്കാണ്. ഫ്രോഗ്സിന് എങ്ങനെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റൂ? ക്രോക്കിനെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദ ഫ്രോഗ് ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. ഇത് പറഞ്ഞിട്ട് ഫ്രോഗ് എവിടേക്ക് ചാടിപ്പോയി? വെള്ളത്തിലേക്ക് ചാടിപ്പോയി. ജംപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ചാടുക. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിലേക്ക് ചാടിപ്പോയി. ദ പപ്പി വെന്റ് ഹോം. ഹി വാസ് വെറ്റ് ആൻഡ് സാഡ്. എന്നിട്ട് നമ്മുടെ പപ്പി എവിടേക്ക് തിരികെ പോയി? തൻ്റെ ഹോമിലേക്ക്, തൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. പപ്പി അപ്പോൾ എങ്ങനെ ഇരിക്കുകയാണ്? ഹി വാസ് വെറ്റ് ആൻഡ് സാഡ്. വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നനഞ്ഞ് കുതിർന്നിരിക്കുകയാണല്ലേ. പോണ്ടിലൊക്കെ വീണ് നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്. അതുപോലെ സാഡാണ്, ഭയങ്കര വിഷമമാണല്ലേ. പോയി എന്തൊക്കെ തേനീച്ചയുടെ കുത്തും കൊണ്ട്
അല്ലേ, നനയുകയും ചെയ്ത് ഒരുപാട് വിഷമമായി ആർക്ക്, നമ്മുടെ പപ്പിക്ക്. അങ്ങനെ നനഞ്ഞ് വിഷമത്തോടു കൂടി പപ്പി എന്ത് ചെയ്യുന്നു, തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഹീ ലേ ഓൺ ദ മാറ്റ് നിയർ ദ കോട്ട്. സഡൻലി ഹീ ഹേർഡ് മ്യാവ്. എന്നിട്ട് അവ എവിടെ പോയി കിടന്നു? ഹീ ലേ ഓൺ ദ മാറ്റ് നിയർ ദ കോട്ട്. നേരത്തെ എവിടെ ആയിരുന്നു? നിയർ ദ സോഫയായിരുന്നു അല്ലേ, സോഫയുടെ അരികിലാണ് കിടന്നത്. ഇപ്പോൾ എവിടെയാണ്? നിയർ ദ കോട്ട്, കട്ടിലിൻ്റെ അരികിലുള്ള മാറ്റിൽ പോയിട്ട് അവൻ കിടന്നു. സഡൻലി ഹീ ഹേർഡ് മ്യാവ്. പെട്ടെന്ന് അവൻ എന്ത് കേട്ടു? മ്യാവ് എന്നുള്ള ശബ്ദം അവൻ കേട്ടു. ഹീ ജംപ്ഡ് അപ്പ് ആൻഡ് സോ എ ഫാറ്റ് ക്യാറ്റ് സിറ്റിംഗ് ഓൺ ദ ടേബിൾ. അവൻ പെട്ടെന്ന് എന്ത് ചെയ്തു? ജംപ്ഡ് അപ്പ്, ചാടി എഴുന്നേറ്റു. ആൻഡ് സോ, എന്നിട്ട് അവൻ കണ്ടു. എന്തിനെ കണ്ടു? എ ഫാറ്റ് ക്യാറ്റ് സിറ്റിംഗ് ഓൺ ദ ടേബിൾ. ഒരു ഫാറ്റ് ക്യാറ്റ്, ഒരു തടിയൻ പൂച്ച എവിടെ ഇരിക്കുന്നു? സിറ്റിംഗ് ഓൺ ദ ടേബിൾ, ടേബിളിൻ്റെ മുകളിലിരിക്കുന്നു. ഓൺ ദ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ. അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ. നിയർ എന്ന് പറഞ്ഞാൽ അരികിൽ. അപ്പോൾ ഓൺ ദ ടേബിൾ എന്ത് ചെയ്യുകയാണ്? ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് ആര് കണ്ടു? നമ്മുടെ പപ്പി കണ്ടു. ഒടുവിൽ പപ്പി നമ്മുടെ ആരാണ് മ്യാവ് സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ചു അല്ലേ. വൗ വൗ ദ പപ്പി ബാർക്ക്ഡ് അറ്റ് ദ ക്യാറ്റ്. അപ്പോൾ ആ മ്യാവൂന്ന് ശബ്ദം ഉണ്ടാക്കുന്ന പൂച്ചയെ കണ്ടുപിടിച്ചപ്പം എന്താണ്, ദേഷ്യത്തിൽ നമ്മുടെ പപ്പി എന്ത് ചെയ്തു? ബൗ വൗന്ന് നമ്മുടെ പൂച്ചയുടെ നേരെ എന്ത് ചെയ്തു? ബാർക്ക് ചെയ്തു. ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കുരയ്ക്കുക. അപ്പം നമ്മുടെ പൂച്ചയുടെ നേരെ കുരച്ചു. ദ ക്യാറ്റ് ആർച്ച്ഡ് ഹെർ ബാക്ക് ആൻഡ് ഹിസ്ഡ് ഷ്. അപ്പോൾ എന്ത് ചെയ്തു? ക്യാറ്റ് എന്ത് ചെയ്യാണ്? തൻ്റെ പുറകുവശമൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് എന്താണ്, ചീറ്റിക്കൊണ്ട് വന്നല്ലേ, ഷിന്ന് എന്ത് ചെയ്തു? ചീറ്റിക്കൊണ്ട് വന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, പൂച്ചകൾ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് പൂച്ച ഇങ്ങനെ അതിൻ്റെ നടുവ് ഭാഗമൊക്കെ വളച്ച് വാലൊക്കെ പൊക്കി വെച്ചിട്ടല്ലേ ശബ്ദം ഉണ്ടായിക്കൊണ്ട് വഴക്കുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ ഈ പപ്പിയുടെ അടുത്ത് ആര്? പൂച്ച ഇതുപോലെ വാലൊക്കെ പൊക്കി ശബ്ദം ഉണ്ടായിക്കൊണ്ട് വഴക്കുണ്ടാക്കാൻ ചെന്നു. ദ ക്യാറ്റ് ജംപ്ഡ് അറ്റ് ദ പപ്പി മ്യാവ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ ക്യാറ്റ് എന്ത് ചെയ്തു? ജമ്പ് ചെയ്ത് ചാടി നമ്മുടെ പപ്പിയുടെ നേരെ എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ വന്നു. ദ ക്യാറ്റ് സ്ക്രാച്ച്ഡ് ദ പപ്പീസ് ഇയർ ആൻഡ് റാൻ അവേ. എന്നിട്ട് ഈ ക്യാറ്റ് എന്തോ ചെയ്തു? നമ്മളുടെ പപ്പിയുടെ ഇയറിൽ എന്തോ ചെയ്തു? ഒരു മുറിവുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. നമ്മുടെ മ്യാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൂച്ച ചാടി വന്നില്ലേ, ചാടി വന്നിട്ട് അതിൻ്റെ നഖം കൊണ്ട് എന്തോ ചെയ്തു? നമ്മുടെ പപ്പിയുടെ ഇയറിൽ ഒരു സ്ക്രാച്ച് ഉണ്ടാക്കി, ഒരു ചെറിയ പോറൽ ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്തു? അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ദ പപ്പി കെയിം ബാക്ക് ടു ഹിസ് മാറ്റ് ആൻഡ് ഫെൽ അസ്ലീപ്പ്. അപ്പം നമ്മുടെ പപ്പി കെയിം ബാക്ക്, തിരിച്ച് വന്നിട്ട് എന്തോ ചെയ്തു? അവൻ്റെ മാറ്റിൽ വീണ് അവനവിടെ കിടന്ന് ഉറങ്ങി. നൗ ഹി ന്യൂ ഹൂ സെഡ് മ്യാവ്. അപ്പോൾ അവൻ ഇപ്പം എന്തറിയാം? ആരാണ് മ്യാവ് എന്ന് സൗണ്ട് ഉണ്ടാക്കിയെന്ന് ആർക്കറിയാം? നമ്മുടെ പപ്പിക്ക് അറിയാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റി നോക്കിയേ. ഹൗ മെനി വേർഡ്സ് ക്യാൻ യു റീഡ്? നിങ്ങൾക്ക് എത്ര വേർഡ്സ് ആണ് ഇതിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്? റൈറ്റ് ദം ഇൻ ദ ബോക്സ്. എന്നിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ വേർഡ്സ് നിങ്ങൾ എവിടെ എടുത്ത് എഴുതണം? ഈ ബോക്സിലേക്ക് എടുത്ത് എഴുതണം. ആദ്യത്തെ വേർഡ് എന്താണ്? സ്ലീപ്പ്. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങുക. നിയർ. നിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അരികിൽ. അടുത്ത എന്താണ്? എറൗണ്ട്. എറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റിനും. നോബഡി. നോബഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരും ഇല്ല. വെറ്റ്. വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നനഞ്ഞത്. അണ്ടർ. അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയിൽ. അടുത്ത എന്താണ്? വിൻഡോ. വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനൽ. അടുത്ത എന്താണ്? യാർഡ്. യാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തോട്ടം. അടുത്തത് എന്താണ്? ഗാർഡൻ. ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂന്തോട്ടം. അടുത്ത എന്താണ്? കെനൽ. കെനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്. പിന്നെന്താണ്? ഫ്ലവർ. ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവ്. ഇനി സ്റ്റങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റങ് എന്ന് പറഞ്ഞാൽ കുത്തുക. അടുത്ത എന്താണ്? സ്ക്രാച്ച്. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പോറൽ. അടുത്ത എന്താണ്? റൂസ്റ്റർ. റൂസ്റ്റർ ആരായിരുന്നു? പൂവൻകോഴി. അപ്പം നിങ്ങളിത് വായിച്ച് നോക്കുക, എന്നിട്ട് അറിയാവുന്ന വാക്കുകൾ എന്ത് ചെയ്യുക? ബോക്സിൽ എഴുതാം. ഇനി അടുത്ത് നോക്കൂ, നമുക്ക് വായിക്കാൻ വേണ്ടി ഒരു കഥ തന്നിട്ടുണ്ട്. ഇവിടെ ആരാ ഉള്ളത്? ഒരു എലിഫൻ്റ് ഉണ്ടല്ലേ. അപ്പോൾ എലിഫൻറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഇ ആണല്ലേ. അപ്പോൾ നോക്കിയേ, എന്താ പറയുന്നത്? മോത്തി ദ ബേബി എലിഫൻറ്റ്. അപ്പോൾ നമ്മളുടെ എലിഫൻറ്റിൻ്റെ പേരെന്താണ്? മോത്തി. മോത്തി എന്ന് പറയുന്ന ഒരു ആനക്കുട്ടി. ഇനി ആനക്കുട്ടി എന്താ പറയുന്നത് നോക്കിയേ. ഐ ആം മോത്തി. ഞാൻ ആരാണ്? ഞാൻ മോത്തിയാണ്. ഐ ആം മോത്തി. അപ്പം നമ്മളെ തന്നെ നമുക്ക് എങ്ങനെ പരിചയപ്പെടുത്താം? ഐ ആം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് പറയണം അല്ലേ. ഇപ്പം ഐ ആം ചിന്നു, ഐ ആം രാജു, അങ്ങനെയൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇവിടെ ഐ ആം മോത്തി നമ്മുടെ ആനക്കുട്ടി സ്വയം പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇതുപോലെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി നോക്കിയേ. ഐ ആം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് പറഞ്ഞു നോക്കിയേ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളുടെ ആനക്കുട്ടി എന്താ പറയുന്നത്? ഐ ആം മോത്തി. ഇനി അടുത്ത നമ്മുടെ ആനക്കുട്ടി എന്താ പറയുന്നത്? ഐ ഹാവ് എ ഫ്രണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ട്, ഒരു ഫ്രണ്ടുണ്ട്. ഹീ ഈസ് എ പാരറ്റ്. അവൻ ആരാണ്? ഒരു തത്തയാണ്. എൻ്റെ കൂട്ടുകാരൻ ആരാ? ഒരു തത്തയാണ്. നിങ്ങൾക്കും ഫ്രണ്ട്സ് ഇല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ എന്തൊക്കെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഐ ഹാവ് എ ബോൾ. ഇനി എന്താ പറയുന്നത്? എനിക്ക് എന്തുണ്ട്? ഒരു ബോളുണ്ട്. ഐ ലവ് പ്ലേയിങ് വിത്ത് ദ ബോൾ. ഞാൻ എന്തിഷ്ടപ്പെടുന്നു? ആ ബോൾ വെച്ച് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐ ഹാവ് എ ബോൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബോളുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും പറയാമല്ലോ. ഐ ഹാവ് എ ടോയ്. എനിക്കൊരു കളിപ്പാട്ടമുണ്ട്. ഐ ഹാവ് എ പെൻസിൽ. എനിക്കൊരു പെൻസിലുണ്ട്. ഐ ഹാവ് എ പെൻ. എനിക്കൊരു പെന്നുണ്ട്. ഐ ഹാവ് എ ബുക്ക്. എനിക്കൊരു ബുക്കുണ്ട്. അതുപോലെ നിങ്ങൾക്കുള്ള വസ്തുക്കൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഇനി എന്താ പറയുന്നത്? ഐ ലവ് പ്ലേയിങ് വിത്ത്
വിത്ത് എ ബാൾ. എനിക്ക് എന്താണ് ഈ ബോൾ വെച്ചിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? വൺ ഡേ ഐ ഗോട്ട് എ ബിഗ് ബോൾ. ഒരു ദിവസം എനിക്ക് എന്ത് കിട്ടി? ഒരു വലിയ ബോൾ കിട്ടി അല്ലേ. ബിഗ് ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലുത്. അപ്പോൾ ഒരു ദിവസം എനിക്ക് എന്ത് കിട്ടി? ഒരു വലിയ ബോൾ കിട്ടി. അപ്പോൾ ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്. അപ്പോൾ ചെറുതിന് എന്തായിരിക്കും പറയുന്നത്? സ്മോൾ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഒരു ബിഗ് ബോൾ എനിക്ക് കിട്ടി. കളർ ദ ബോൾ പ്ലീസ്. അപ്പം പക്ഷേ ഇതിന് എന്തില്ല? ഈ ബോളിന് കളർ ഇല്ലല്ലേ. അപ്പോൾ ഈ ബോളിന് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർ എന്ത് ചെയ്യണം? കളർ കൊടുത്ത് നോക്കണം കേട്ടോ. ഐ ഹാവ് ആൻ അംബ്രല്ല, ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് എന്തുണ്ട്? ഒരു അംബ്രല്ലയുണ്ട്. അംബ്രല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കുട. ഐ ഹാവ് ആൻ അംബ്രല്ല. എനിക്കൊരു അംബ്രല്ലയുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. എനിക്കത് ഇഷ്ടമാണ്. ഇനി അടുത്ത് എന്താ പറയുന്നത്? ഐ പ്ലേ ദ ഗിറ്റാർ. ഞാൻ എന്ത് ചെയ്യും? ഗിറ്റാർ വായിക്കും. ഐ പ്ലേ ദ ഗിറ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിറ്റാർ വായിക്കും. ഗിറ്റാറിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? സംഗീതമൊക്കെ ഉണ്ടാക്കും എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ മോത്തി പറയുന്നത്. നിങ്ങൾക്കും ഗിറ്റാർ വായിക്കാൻ അറിയാമോ? ഐ സിങ് സോങ്സ്. പിന്നെന്താണ്? ഞാൻ പാട്ടുകൾ പാടും. ഐ സിങ് സോങ്സ്. നിങ്ങൾ സ്കൂളിൽ വെച്ച് പാട്ടുകളൊക്കെ പാടാറില്ലേ? അപ്പോൾ നമ്മുടെ മോത്തി എന്ത് ചെയ്യാറുണ്ട്? പാട്ടുകൾ പാടാറുണ്ട്. ഐ സിങ് സോങ്സ്. സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാടുക. സോങ് എന്ന് പറഞ്ഞാൽ പാട്ട്. ഞാൻ പാട്ടുകൾ പാടും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ ലൈക്ക് ബാത്തിങ് ഇൻ കളേഴ്സ്, വാട്ട് എ ഫൺ. പിന്നെ എനിക്ക് എന്തിഷ്ടമാണ്? നിറങ്ങൾ കൊണ്ട് കുളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അതായത് നിറങ്ങളൊക്കെ ദേഹത്തൊക്കെ തേച്ച് വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാട്ട് എ ഫൺ. അത് നല്ല രസകരമായിട്ടുള്ള കാര്യമാണ്. ഐ ക്യാൻ പെയിൻറ് ഓൺ ദ വാൾസ്. എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഭിത്തിയിൽ നിറങ്ങൾ അടിക്കാൻ പറ്റും. ഐ ക്യാൻ പെയിൻറ് ഓൺ ദ വാൾസ്. ഭിത്തികളിൽ എനിക്ക് നിറങ്ങൾ എന്ത് ചെയ്യാൻ ആയിട്ട്? പെയിൻറ് ചെയ്യാനായിട്ട് പറ്റും. ഫ്ലവേഴ്സ്, സ്വീറ്റ് ഫ്ലവേഴ്സ്, മൈ മദർ ഗേവ് മീ ഫ്ലവേഴ്സ്. അപ്പോൾ എന്താണ്? ഈ പൂക്കൾ വളരെ മനോഹരമായി. പൂക്കൾ ആര് തന്നെയാണ്? മൈ മദർ ഗേവ് മീ ദ ഫ്ലവർ. അമ്മയാണ് എനിക്ക് ഈ പൂക്കൾ തന്നത്. ഐ ആം സ്ലീപ്പി, ലെറ്റ് മീ സ്ലീപ്പ്, ഗുഡ് നൈറ്റ് ഡിയേഴ്സ്. എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നു, അതുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ആര് കിടന്ന് ഉറങ്ങാൻ പോവാണ്? നമ്മുടെ മോത്തി കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പം മോത്തിയുടെ കാര്യമൊക്കെ നമുക്ക് പറഞ്ഞു തന്നല്ലേ. എന്തിനു മോത്തിക്ക് വിശ്രമിക്കണമായിട്ട് മോത്തി ഉറങ്ങാനായിട്ട് പോവുകയാണ്. എന്താ തന്നിരിക്കുന്നത്? ആൽഫബറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യണം? സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് അവധി കിട്ടുമ്പോൾ ഇരുന്ന് എന്ത് ചെയ്യണം? തനിയെ ഒന്ന് എഴുതിയൊക്കെ നോക്കണം കേട്ടോ, മറന്നു പോവാതെ. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ മിസ്സിംഗ് ലെറ്റേഴ്സ്. അപ്പോൾ എന്തോ ചെയ്യണം? നിങ്ങൾ ഈ ലെറ്റേഴ്സൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യണം? ഈ ട്രെയിനിൽ ചില ലെറ്റേഴ്സൊക്കെ എന്താണ്? മിസ്സിംഗ് ആണല്ലേ. ആ മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതി ചേർക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് 3. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു കൂട്ടുകാരെ.